പ്രകൃതി ഒരുക്കിയ ഒരു അത്ഭുത കാഴ്ച, കണ്ണും മനസ്സും കുളിരണിയിപ്പിക്കുന്ന ദൃശ്യഭംഗി. കേരളത്തിൽ നിന്ന് ഏകദേശം 3.5 ദിവസം കൊണ്ട്, അതായത് 4000-ഓളം കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്ന സ്ഥലം. വിനോദസഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ. തടാകം മണിപ്പൂരിനെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്നത് പ്രകൃതിയുടെ ഈ അത്ഭുതമാണ്. ലോകത്തിലെ ഒരേ ഒരു പ്രകൃതിദത്ത ഫ്ലോട്ടിംഗ് തടാകം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ലോകത്തിലെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് വന്യജീവി സങ്കേതം, അപൂർവമായ സംഗായി മാനുകളുടെ ആവാസ കേന്ദ്രം. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ലോക്തക്കിന്. ഉപഹിമാലയൻ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഭൂപ്രദേശം, അതിന് നടുവിലാണ് പ്രകൃതിയുടെ ഈ നിധി. തലസ്ഥാനമായ ഇംഫാലിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ ഏകദേശം 240 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന തടാകം. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ വലിപ്പമുള്ള വട്ടപാത്രങ്ങൾ വെള്ളത്തിൽ ചിതറിക്കിടക്കുന്നത് പോലെ തോന്നും. കുഞ്ഞു കുഞ്ഞു ദ്വീപുകളാണോ എന്നും സംശയം തോന്നാം. യഥാർത്ഥത്തിൽ ഇതിന് ദ്വീപുമായി ഒരു ബന്ധവുമില്ല. ഫുംഡിസ് എന്നാണ് ഈ പ്രകൃതി പ്രതിഭാസം അറിയപ്പെടുന്നത്. മണിപ്പൂരി ഭാഷയിൽ പുണ്ടി എന്നാൽ ഒഴുകും കരകൾ എന്നർത്ഥം. വളരെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജലം നിശ്ചലമായി കിടക്കും. പുണ്ടി കരകൾ ഒഴുകി നടക്കുകയും ചെയ്യും. സസ്യങ്ങളുടെയും ജൈവവസ്തുക്കളുടെയും മണ്ണിന്റെയും ഒക്കെ ശേഖരം വർഷങ്ങളെടുത്ത് ഒഴുക്കിനൊപ്പം ഒന്നായി ചേർന്ന് വേരുകളാൽ കെട്ടപ്പെട്ട് രൂപപ്പെടുന്ന കരകളാണ് ഇവ. ഉയരമുള്ള വള്ളികളും പുല്ലുകളും എല്ലാം ഈ തുരുത്തുകളിൽ വളരുന്നു. വേരുകളുടെ ബലത്തിൽ നിലനിൽക്കുന്ന കരകൾ എന്ന് പറയാം. ജൈവസമ്പുഷ്ടമാണിവ. ഈ മാന്ത്രിക കരകളുടെ ഊർജ്ജ സ്രോതസ് അവയുടെ വേരുകളാണ്. ചെടികൾക്ക് വളരാൻ ആവശ്യമായ ഊർജം സംഭരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? പ്രകൃതി ഒളിപ്പിച്ചു വെച്ച മറ്റൊരു അത്ഭുതം. വേനലിൽ ജലനിരപ്പ് കുറയുമ്പോൾ ഇവയുടെ വേരുകൾ തടാകത്തിന്റെ കരയിലേക്ക് എത്തുന്നു. കരയിൽ നിന്ന് ചെടികൾക്ക് ആവശ്യമായ വളവും ലവണങ്ങളും വലിച്ചെടുക്കുന്നു. അടുത്ത വേനൽക്കാലം എത്തുന്നതുവരെ ഈ ഊർജമാണ് പുണ്ടികളുടെ നിലനിൽപ്പിന് ആധാരം. മഴക്കാലത്ത് ഇവ വീണ്ടും നന്നായി തഴച്ചു വളരുന്നു. 500ഓളം ഇനം മൃഗങ്ങളും 100ലധികം ഇനം പക്ഷികളും 300ഓളം ഇനം ജലസസ്യങ്ങളും ഈ തടാകത്തിലുണ്ട്. പുണ്ടികളിൽ സ്വൈര്യവിഹാരം നടത്തുന്ന ജീവികളിൽ മുഖ്യനം ഡാൻസിംഗ് ഡീസ് എന്നറിയപ്പെടുന്ന സാങ്കായി മാനുകളാണ്. മണിപ്പൂരിന്റെ സംസ്ഥാന മൃഗം. തെന്നി നീങ്ങുന്ന ഫുണ്ടികളിൽ മാൻ ബാലൻസ് ചെയ്ത് നടക്കുമ്പോൾ അത് നൃത്തം ചെയ്യുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. തടാകത്തിനകത്ത് ഒരു ദേശീയോദ്യാനമുണ്ട്, കേബിൾ ലഞ്ചാവോ സാൻഗായ് പാർക്ക്. 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇത് ലോകത്തിലെ ഒഴുകുന്ന ഏക ഉദ്യാനമാണ്. ലോക്തക്കിന്റെ ഭൂമിശാസ്ത്രപരവും ജൈവികവുമായ പ്രത്യേകതകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അതിനപ്പുറം ലോക്തക് തടാകം പ്രദേശവാസികളുടെ ജീവിതവുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ തടാകത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്. മണിപ്പൂരിന്റെ സമ്പദ് വ്യവസ്ഥയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ജലസംഭരണി കൂടിയാണ് ഇത്. ജലവൈദ്യുത ഉൽപാദനം, ജലസേചനം, കുടിവെള്ള വിതരണം, അങ്ങനെ ഒരു വലിയ ജലസ്രോതസ്സാണിത്. ഈ ഒഴുകും കരകൾ പലതും ചെറു ഗ്രാമങ്ങളാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? 3000-ലധികം മത്സ്യത്തൊഴിലാളികൾ ഈ പുണ്ടികളിൽ വീട് കെട്ടി താമസിക്കുന്നു. മുള, മെറ്റൽ പ്ലേറ്റ് തുടങ്ങിയവ കൊണ്ട് നിർമ്മിച്ച വീടുകൾ. ഇവിടെ ഒരു സ്കൂളുമുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്കൂൾ. കവികളും സാഹിത്യകാരന്മാരും ലോക്തക്കിനെ കണ്ണുനീർ തടാകമെന്നാണ് വിശേഷിപ്പിക്കാറ്. ഈ പ്രയോഗം ജനങ്ങളുടെ ദുഃഖഹേതു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പ്രദേശവാസികൾക്ക് തടാകവുമായുള്ള വൈകാരിക ബന്ധത്തെ സൂചിപ്പിക്കാനാണ്. തലമുറകളായി മണിപ്പൂരിലെ ജനങ്ങൾ നേരിടുന്ന കുറേ സംഘർഷാവസ്ഥകളുണ്ട്. വെള്ളപ്പൊക്കം, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, വിവിധ വംശജർ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, അങ്ങനെ സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു ജനതയെ അക്ഷരാർത്ഥത്തിൽ ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണുനീർ ഏറ്റുവാങ്ങുന്ന അമ്മയെ പോലെയാണ് ലോക്തക്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു നാടിൻ്റെ ജീവനാഡിയായ ലോക്തക് തടാകം
ഇപ്പോൾ നിലനിൽപ്പിനായി പോരാടുകയാണ്. പല തുരുത്തുകളും നാശത്തിന്റെ വക്കിലാണ്. സംഗായി മാനുകളുടെ ആവാസ വ്യവസ്ഥ തന്നെ ഭീഷണിയിലാണ്. മലിനീകരണം, ജലനിരപ്പിലെ മാറ്റങ്ങൾ, മനുഷ്യന്റെ ഇടപെടലുകൾ ഒക്കെ തടാകത്തെ ബാധിക്കുന്നുണ്ട്. 1980-കളിൽ ഇത്തൈ അണക്കെട്ടിന്റെ നിർമ്മാണമാണ് ലോക്തക്കിന് ആദ്യമായി ഭീഷണി ഉയർത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ വേനൽക്കാലത്ത് ജലനിരപ്പ് താഴുന്ന സമയമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ജൈവിക പ്രക്രിയ നടക്കുന്നത്. അണക്കെട്ട് വന്നതോടെ ഈ പ്രകൃതിദത്ത പ്രക്രിയ തടസ്സപ്പെട്ടു. തടാകത്തിന്റെ ജലനിരപ്പ് വർഷം മുഴുവനും ഉയർന്ന നിലയിൽ തുടർന്നു. ഇതോടെ വേരുകൾക്ക് വെള്ളത്തിനടിയിൽ നിന്ന് പോഷകം വലിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇത് വേരുകളുടെ വളർച്ചയെ ബാധിക്കാൻ തുടങ്ങി. മാനുകളുടെ ഭാരം താങ്ങാൻ പറ്റുന്ന അത്ര കട്ടിയുള്ളതായി വളരാൻ ഇവിടുത്തെ പച്ചപ്പുകൾക്ക് സാധിക്കാതെ വരുന്നു. ഇത് മാനുകളുടെ സ്വൈര്യവിഹാരത്തെ ബാധിക്കുന്നു. അങ്ങനെ ആവാസ വ്യവസ്ഥ മുഴുവൻ താളം തെറ്റാൻ തുടങ്ങി. കാലാവസ്ഥ മാറിയതോടെ ആക്രമണ സ്വഭാവം കാണിക്കുന്ന സസ്യജാലങ്ങൾ ഈ ജൈവ പരവതാനിയിലേക്ക് കുടിയേറാൻ തുടങ്ങി. അതോടൊപ്പം മനുഷ്യന്റെ നേരിട്ടുള്ള ഇടപെടലുകളും കൂനിന്മേൽ കുരുവായിത്തീരുന്നു. വേട്ടയാടലും അനധികൃത മത്സ്യബന്ധനവും എല്ലാം ഈ തുരുത്ത് നശിക്കാൻ കാരണമാകുന്നുണ്ട്. ലോക്തക് കണ്ണുനീർ തടാകമാകാൻ ഇനി അധിക നാൾ വേണ്ടി വരില്ലെന്ന് പരിസ്ഥിതി പ്രേമികൾ ഭയക്കുന്നു. ഒരു ജനതയുടെ തനത് ജീവിതം തന്നെ ഇപ്പോൾ തുലാസിലാണ്. ഈ ദുരവസ്ഥയ്ക്കെതിരെ വിദ്യാർത്ഥികളടക്കം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതോടൊപ്പം ലോക്തക്കിന്റെ നിലനിൽപ്പിനായി സാധ്യമായതെല്ലാം സർക്കാരും ചെയ്യുന്നുണ്ട്. തടാകങ്ങൾ വെറും ജലാശയങ്ങളല്ല, ഒരു ജനതയുടെ ദുഃഖങ്ങളിൽ താങ്ങായി നിന്ന് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന പ്രതീക്ഷയുടെ കരങ്ങളാണ്. ആ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ആവശ്യമാണ്. പരസ്പര പൂരകങ്ങളാവേണ്ടവരാണ് പ്രകൃതിയും മനുഷ്യരും. ലോക്തക്കിലെ കാഴ്ച കാണാൻ നമ്മളിൽ ആരെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇക്കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. നമ്മളായിട്ട് ലോക്തക്കിന് ഒരു മുറിവുണ്ടാക്കരുത്.